നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മേഡം എത്തിയോ? ജോലിക്ക് പോയി തുടങ്ങിയതുകൊണ്ടാവും ഇന്നലെ വൈകുന്നേരം വരാതിരുന്നത്. അതോ രണ്ടുപേരും കൂടി കറങ്ങാൻ പോയോ? ഇങ്ങനെ പോയാലേ അധികം വൈകാതെ നീ ജയിലിൽ കിടക്കേണ്ടി വരും. ചന്ദ്ര ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. നീയാണ് അതിന് കാരണം. നിന്റെ പേരെഴുതി വെക്കുന്ന ഭീഷണി. അമ്മയ്ക്ക് വേറൊന്നും പറയാനില്ലേ? എന്തിനാ അമ്മ ഈ അവസ്ഥയിൽ അച്ഛനെ മനസ്സിനെ വിഷമിപ്പിക്കുന്നെ? അച്ഛൻ ഒരു വിഷമവുമില്ല. അച്ഛനെല്ലാം മനസ്സിലായിട്ടുണ്ട്. നീ ശരിക്കും ആരാണെന്നും നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നും. എന്നെക്കുറിച്ച് മാത്രല്ല, എല്ലാരെക്കുറിച്ചും അച്ഛന് നന്നായിട്ട് അറിയാം. അമ്മയെക്കുറിച്ചും ശരത്തിനെക്കുറിച്ചും അങ്ങനെ എല്ലാരെക്കുറിച്ചും. എനിക്കെന്താടി കുഴപ്പം? അച്ഛൻ ഇങ്ങനെ വയ്യാതെ കിടക്കുമ്പോ ജോലിക്ക് പോയത് നീയല്ലേ, ഞാനല്ലല്ലോ. അമ്മ, അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ജോലിക്ക് പോകണമെന്നുള്ളത്. ആ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്തത്. ഉള്ളതുകൊണ്ട് അച്ഛൻ അതിൽ സന്തോഷിക്കുന്നുണ്ടാവും. അല്ല, അമ്മയുടെ കയ്യില് ബില്ലടയ്ക്കാനുള്ള കാശുണ്ടോ? അതൊക്കെ ശരത്ത് അടച്ചോളും. നിന്നെപ്പോലെ ഗതിയില്ലാത്തവനല്ല അവൻ. മാത്രമല്ല നല്ല കുടുംബസ്നേഹിയും കൂടിയാ. അവനുള്ളതാ ഇപ്പൊ എന്റെ ഏക ആശ്വാസം. അവനില്ലായിരുന്നെങ്കിൽ എപ്പോഴേ നീ ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയേനെ. അത്ര കണ്ണിച്ചോരയില്ലാത്തവളല്ല അമ്മ ഞാൻ. ന്യായീകരിക്കൊന്നും വേണ്ട. കണ്ടു കഴിഞ്ഞെങ്കിൽ പോവാൻ നോക്ക്. ഓഫീസിൽ സമയത്തിനെത്തിയില്ലെങ്കിലേ ജോലി പോയാലോ? ബില്ല് ഇതടച്ചിട്ട് ഫാർമസിയിലേക്ക് വന്നാ മതി. മരുന്ന് അവിടെ തരും. അച്ഛാ, ഞാൻ പോയിട്ട് വരാമേ. അതെ, നീ ഇന്ന് ജോലിക്കൊന്നും പോണ്ട. അതെന്താ അമ്മ? ഇന്ന് ഡിസ്ചാർജാ. അതിന് നീയും കൂടി വേണം. എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അമ്മ നിത്യ വരും. അങ്ങനെ ഇപ്പൊ അവള് വരണ്ട. നിനക്കെന്താ നിന്നാല്? അമ്മ, ഇന്നലെ ഞാൻ ജോയിൻ ചെയ്തതല്ലേ ഉള്ളൂ. ഇന്ന് എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. ജോലി പോണെങ്കിൽ അങ്ങ് പോട്ടെന്ന് വെക്കണം. അങ്ങനെ നിസ്സാരമായിട്ട് കളയാൻ വേണ്ടിയല്ലല്ലോ അമ്മേ ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തത്. ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് എനിക്ക് ഈ ജോലി കിട്ടിയത്. അപ്പോ ഞങ്ങൾ പറയുന്നത് നീ അനുസരിക്കണം. ആരുടെ ഔദാര്യം കൊണ്ട് കിട്ടിയ ജോലിയല്ല അമ്മേ. എന്റെ ജീവിതത്തിലുണ്ടായ നഷ്ടത്തിന് പകരമായിട്ട് കിട്ടിയതാ. എന്റെ സുധിയേട്ടന് പകരമായിട്ട് കിട്ടിയതാ. ആ സുധിയുടെ അച്ഛനടി ഇവിടെ കിടക്കുന്നത്. ആ സുധിയുടെ അമ്മയായി ഈ സംസാരിക്കുന്നത്. ഇല്ലമ്മേ, ഞാൻ ലീവ് എടുക്കില്ല. ആ ബില്ലിങ് തരൂ, ഞാൻ കൊണ്ടുപോയി അടയ്ക്കാം. നിന്റെ ഔദാര്യം ആർക്ക് വേണം? ബില്ലടയ്ക്കാൻ എന്റെ ശരത്ത് മോനുണ്ടെന്ന് എത്ര തവണ നിന്നോട് പറഞ്ഞു. ഒരു ദിവസം ലീവ് എടുക്കാൻ പറഞ്ഞപ്പോ പറ്റാത്തവളാ ഇപ്പൊ ബില്ലടച്ച് സഹായിക്കാൻ പോകുന്നത്. നിന്റെ ഔദാര്യമൊന്നും ഞങ്ങൾക്ക് വേണ്ട, പ്രത്യേകിച്ചും കാശിന്റെ കാര്യത്തില്. മേഡം പോവാൻ നോക്ക്. അച്ഛനെ ഇവിടുന്ന് എങ്ങനെ കൊണ്ടുപോകണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അമ്മയോ? മേലാൽ നീ എന്നെ അങ്ങനെ വിളിച്ചേക്കരുത്. എന്നെ അമ്മയുടെ സ്ഥാനത്ത് കാണുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിച്ചേനെ. ഇറങ്ങിപ്പോടി ഇവിടുന്ന്. നിന്നെ കാണുന്ന കൂടി എനിക്ക് ഇഷ്ടമല്ല. പോവാൻ.